മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നുള്ളതല്ലേ? മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത അവന്റെ ഓർമ്മയാണ്. മനുഷ്യനെ മറ്റ് എല്ലാ ജന്തു ജീവജാലങ്ങളിൽ നിന്നും വിഭിന്നനാക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത് മനുഷ്യന്റെ ഓർമ്മയാണ്. പക്ഷേ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ നമ്മളിൽ പലരും എപ്പോഴും ഇപ്പോൾ സങ്കടപ്പെട്ട് പറയാറുള്ളത്, എനിക്ക് ഒരു ഓർമ്മയും ഇല്ല, അല്ലെ? ഓർമ്മ തീരെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീടിനകത്ത് വരെ നമ്മൾ പറയും, വെച്ചോടത്തൊന്നും ഇരിക്കുന്നില്ല, ഞാൻ വെച്ചോടത്തത് കാണുന്നില്ല, എവിടെയാണ് വെച്ചെന്ന് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് വീടിനകത്ത് നമ്മൾ, അല്ലെ, ദാമ്പത്യത്തിൽ തന്നെ വലിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കുട്ടികളാണെങ്കിൽ വീട്ടിൽ വന്നാൽ പറയും, പഠിച്ചതൊന്നും ഓർമ്മയില്ല അച്ഛ, അല്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയില്ല അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർമ്മയില്ലാത്തതിനെ പറ്റി വ്യസനിക്കുന്നവരാണ് നമുക്ക് ചുറ്റും കൂടുതലും. അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും ജീവനക്കാർക്കിടയിലും എല്ലായിടത്തും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പതിവ് പല്ലവിയാണ് ഓർമ്മയില്ല ഓർമ്മയില്ല എന്നുള്ളത്. ഓർമ്മ ഇല്ലാത്തതിനെ പരിഹരിക്കാനുള്ള ഒരുപാട് സൂത്രങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് കേട്ടിട്ടൊക്കെ ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള എക്രോസ്റ്റിക് പോലെ, അല്ലെങ്കിൽ എക്രോണിം പോലെ, മൈൻഡ് മാപ്പ് പോലെ, ഫെയിൻമാൻ ടെക്നിക്ക് പോലെയുള്ള ഒരുപാട് സൂത്രങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് ഇത്രയും ഒന്നും സങ്കീർണതയില്ലാത്ത ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓർമ്മ ഒരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള സൂത്രമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമസ്കാരം, ബിനോജ് മാഷ് VC ടോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, പ്രേക്ഷകർക്ക്, കുടുംബാംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനഃശാസ്ത്രപരമായ വിഷയങ്ങൾ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിച്ചുകൊണ്ടാണ് VC ടോക്സ് എന്ന ഈ ചാനൽ റീപ്രോഗ്രാം യുവർ മൈൻഡ് എന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്നുകൂടി പുനർനിർമ്മിച്ചെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനലിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത, ഈ ചാനൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വിഷയം, അല്ലെ, ചെറിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണെങ്കിൽ പോലും ചെറിയ വിഷയമാണ്. ഓർമ്മയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഓർമ്മയെ പറ്റിയുള്ള ശാസ്ത്രീയമായ ഒരുപാട് തലങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഓർമ്മ മനുഷ്യനെ മറ്റ് ജന്തു ജീവജാലങ്ങളിൽ നിന്ന് വിഭിന്നമാക്കുന്ന ഒന്നാണ്, നമുക്കറിയാം, അല്ലെ? പലപ്പോഴും നമ്മൾ ഈ ഓർമ്മയില്ലാത്തതിന്റെ പേരിൽ വലിയ വിഷയങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്, വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. വീടിനകത്ത് ഒന്നും വെച്ചോടത്തിരിക്കില്ല, ഞാൻ എവിടെയാണ് വെച്ചതെന്ന് ഞാൻ മറന്നുപോയി, അല്ലെ, എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. കുട്ടികളാണെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയില്ല അച്ഛ, പഠിച്ചതൊന്നും ഓർമ്മയില്ല അമ്മേ, പഠിച്ചതൊക്കെ ഞാൻ മറന്നുപോയി മാഷേ, പഠിച്ചതൊക്കെ ഞാൻ മറന്നുപോയി എൻ്റെ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുട്ടികളുടെ വിഷമങ്ങൾ, അല്ലെ, എല്ലായിടത്തും, ഓഫീസുകളിലാണെങ്കിലും എല്ലായിടത്തും അറിയാം. നമുക്ക് മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് ഓർമ്മയില്ല എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓർമ്മ ഇല്ലാതെ വരുന്നത്? ഓർമ്മ ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ സൂത്രമാണ്. ഞാനൊരു സിനിമാ പേരിന്റെ സൂത്രത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. ആ സിനിമാ പേര് ഏതാണെന്നുള്ളതല്ലേ? ആ സിനിമാ പേര് RRR എന്നുള്ളതാണ്. 3 R ചേർത്തൊരു സിനിമ അടുത്ത കാലത്ത് രാജമൗലിയൊക്കെ സംവിധാനം ചെയ്ത മനോഹരമായ സിനിമ വലിയ വിജയമായി തീർന്നു, അല്ലേ? അതിലെ പാട്ടുകളൊക്കെ അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. അത് രണം, രൗദ്രം, രുദ്രം എന്നൊക്കെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഞാൻ ഓർമ്മയും ഈ RRR ഒന്ന് ചേർത്ത് വെക്കുക. എന്താണ് ഈ RRR എന്ന് പറയുന്നത്? ഓർമ്മ അതെന്താണ് ഞാൻ പറയാം. അതിനു മുമ്പ് ഓർമ്മയുണ്ടാവാനുള്ള ഒരുപാട് സൂത്രങ്ങളുണ്ട്, അല്ലെ? ഒരുപാട് സൂത്രങ്ങൾ നമുക്കറിയാം. നന്നായി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവും, സത്യം തന്നെയാണ്. നന്നായി എഴുതുക എന്നുള്ളത് ഓർമ്മയുണ്ടാവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. പിന്നെ നമുക്ക് എന്ത് കാര്യമാണോ ഓർത്തു വെക്കേണ്ടത് അത് നമ്മൾ മറ്റൊരാളോട് സംസാരിച്ചാൽ നമുക്ക് കൂടുതൽ അത് ഓർമ്മയുണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ നമ്മൾ പറയും, പഠിച്ച ഭാഗങ്ങൾ വേറൊരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഫെയിൻമാൻ ടെക്നിക്ക് എന്നാണ് തന്നെ പറയാം. ഫെയിൻമാൻ ടെക്നിക്ക് പരീക്ഷാകാലത്തൊക്കെ ഏറ്റവും അധികം കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്കാണ് ഫെയിൻമാൻ ടെക്നിക്ക്. നമ്മൾ പഠിച്ചത് മറ്റൊരാളെ പഠിപ്പിക്കുന്നു, അമ്മയെ പഠിപ്പിക്കാം, അച്ഛനെ, അങ്ങനെ ആരെയൊക്കെ വേണമെങ്കിൽ. ഇതൊക്കെ ഓർമ്മയുടെ ചില സൂത്രങ്ങളാണ്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് വിബ്ജിയോർ പോലെയുള്ള ടെക്നിക്കൊക്കെ, വയലറ്റ് ഇൻഡിഗോ, അതായത് നമ്മൾ എക്രോണിം എന്ന രീതിയിലൊക്കെ ചുരുക്കമായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എക്രോസ്റ്റിക് എന്ന രീതിയിൽ ആദ്യാക്ഷരം ഉപയോഗിച്ചുകൊണ്ട് മൈ വെരി എഫിഷ്യന്റ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് ന്യൂഡിൽസ് എന്ന രീതിയിൽ നമ്മൾ പ്ലാനറ്റുകളൊക്കെ ഓർത്തു വെക്കാനുള്ള സൂത്രങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുപാട് സൂത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിനോടൊക്കെ ചേർത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങളോട് ചേർത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളെ ചേർത്ത് പഠിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ അസോസിയേഷൻ ടെക്നിക് എന്നൊക്കെ പറയും.
അല്ലെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ വെച്ച് ലൊക്കേഷൻ, ലോക്കി ടെക്നിക് എന്ന് പറയുന്ന ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട്, ഞാൻ അതിന്റെ വിശദമായൊരു വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ പരീക്ഷാകാലമാണെന്നുള്ളത് കൊണ്ട് ചെറിയൊരു സൂത്രം പറയാൻ ആഗ്രഹിക്കുന്നത്. ആ സൂത്രം നേരത്തെ പറഞ്ഞ RRR എന്നുള്ളതാ. 3 R വെച്ച് നമ്മുടെ ഓർമ്മയെ നമുക്ക് വീണ്ടെടുക്കാം. എന്താ ഈ 3 R അല്ലെ? നമ്മൾ വായന, R എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. വായന എന്ന് പറയുന്നതാണ്, വായിക്കുക എന്ന് പറയുന്നതാണ് ഓർമ്മയിലേക്ക്, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ആർക്കും ഇത് ഉപയോഗപ്പെടുത്താം. വായിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സൂത്രം, അല്ലെങ്കിൽ ഒന്നാമത്തെ R എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. വായനയ്ക്ക് അത്രമേൽ എന്താ പറയുക എഫക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വായന അത്രമേൽ മികച്ച ഒന്നാണ് അല്ലെ? നമ്മൾ പറയും ലോകത്തിലെ എല്ലാ ലീഡേഴ്സ് ആർ ദി റീഡേഴ്സ് എന്ന് പറയും. എല്ലാ ലീഡേഴ്സും എന്താണ്? നല്ല റീഡർമാരാണ്. ഈ ലോകത്ത് ലീഡർമാരായി മാറിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ നന്നായി വായിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വായന എന്ന് പറയുന്നതിന് അത്രമേൽ ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങൾ വായനയ്ക്കുണ്ട്. അതിൻ്റെയും ആഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ പോലും പറയാം, വായിക്കുന്ന ആളുകളുടെ മെന്റൽ ഏജ്, അല്ലെങ്കിൽ നമ്മൾ പറയും കൊഗ്നിറ്റീവ് ഏജ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ പ്രായ കുറവ് സംഭവിക്കും വായിക്കും തോറും. അല്ലെങ്കിൽ നമുക്ക് കൊഗ്നിറ്റീവ് സ്ട്രെങ്ത് ഉണ്ടാവും, ചിന്താപരമായ ശേഷി നമ്മുടെ കൂടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറയാൻ വായന കാരണമാവും എന്നാണ് പറയുക. ഇത് മാത്രമല്ല, നമുക്ക് നല്ല എംപതി ഉണ്ടാവും എന്ന് പറയാം. എംപതി എന്താ പറയാ, മറ്റുള്ളവരോടുള്ള സ്നേഹം, മറ്റുള്ളവരോടുള്ള കരുണ, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ വായന അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു സഹാനുഭൂതി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നല്ല മൈൻഡ്ഫുൾനെസ്, നമുക്ക് നല്ല കോൺസെൻട്രേഷനും ഫോക്കസും വായന ഉണ്ടാക്കി തരും എന്നുള്ളതാണ് വലിയ പ്രത്യേകത. ഒപ്പം തന്നെ വായിക്കുന്നതോറും നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാവും. മാത്രമല്ല ക്രിയേറ്റീവ്, നമ്മൾ പറയില്ലേ സർഗാത്മകമായ പുതിയ കാര്യങ്ങളിലേക്കുള്ള ചിന്ത, വൊക്കാബുലറി ഒക്കെ വായനയിലൂടെ കൂടുമ്പോൾ നമുക്ക് സർഗാത്മകത വളരെയധികം കൂടും, എഴുതാനൊക്കെ കൂടുതൽ കഴിയും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരുപാട്. അത് മാത്രമല്ല വിമർശനാത്മകമായ ബുദ്ധി, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെ കൂട്ടാൻ വായന നമ്മളെ സഹായിക്കും. ഇത് മാത്രമല്ല, വായന അൽഷിമേഴ്സ് പോലെ അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലെയുള്ള ഈ പറയുന്ന മറവി രോഗം, ഓർമ്മ രോഗം നമുക്ക് ഇല്ലാതാക്കാൻ വായന നമ്മളെ സഹായിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വായനയ്ക്കുണ്ട്. അപ്പോൾ ഓർമ്മ ഇല്ല എന്ന് പറയുന്നത് വിഷമിക്കുന്ന കുട്ടികളോ ആരെങ്കിലും ആവട്ടെ, അവർക്ക് ഏറ്റവും നല്ല മാർഗമാണ് ആദ്യത്തെ R ഉപയോഗപ്പെടുത്തുക, നന്നായി റീഡ് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞില്ല, രണ്ടാമത്തെ R ഉണ്ട്. നേരത്തെ പറഞ്ഞ രണം, രൗദ്രം, രുതിരം, ആ R നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ R എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വായിച്ചൊരു കാര്യം വീണ്ടും ഒന്നുകൂടി വായിക്കുക. പുസ്തകങ്ങളാണെങ്കിലും ഏത് രീതിയിലുള്ള പഠിക്കാനുള്ള വിഷയങ്ങളാണെങ്കിലും ഒരു തവണ വായിച്ചത് വീണ്ടും വായിക്കും തോറും നമുക്ക് എന്തുണ്ടാവും, ബ്രെയിനിൽ ഒരു പ്രത്യേക പ്രോസസ്സ് നടക്കും. നമ്മൾ അതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ന്യൂറോണുകളുടെ നെറ്റ്വർക്ക് ശക്തിപ്പെടുകയും ന്യൂറൽ പാത്വേ എന്ന് പറയും. ന്യൂറോണുകളുടെ ആ ഒരു പാത്വേ സ്ട്രോങ് ആവുകയും ചെയ്യും. എപ്പോ നമ്മൾ വായിച്ചത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, വീണ്ടും വായിക്കുമ്പോൾ നമ്മളുടെ ന്യൂറൽ പാത്വേ സ്ട്രെങ്തൻ ആവും. നമ്മൾ പറയില്ലേ, നാട്ടിടവഴികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ, പൊന്തക്കാടുകളിലൂടെ ഒരാൾ സ്ഥിരമായി നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വഴി രൂപപ്പെടും. ആ വഴി എന്തായിരിക്കും, വളരെ സ്മൂത്തായി മാറും, അല്ലെങ്കിൽ നല്ല വഴിയായി മാറും. ആ രീതിയിൽ തന്നെ ഓർമ്മയും. വായിച്ചൊരു കാര്യം വീണ്ടും വായിക്കുമ്പോൾ നമ്മുടെ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആവും, തെളിഞ്ഞു വരും എന്നുള്ളതാണ്. ഓർമ്മയിലേക്ക് എല്ലാം നമുക്ക് എന്താണ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതാണ് റിപ്പീറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ R. മൂന്നാമത്തെ ഒരു R ഉണ്ട്. മൂന്നാമത്തെ R എന്താണെന്നല്ലേ, റിവൈസ് ചെയ്യുക. മറ്റൊന്നുമല്ല, വീണ്ടും അത് ഇടയ്ക്കൊന്ന് എടുത്തു നോക്കുക. വീണ്ടും നോക്കുമ്പോൾ നമ്മുടെ ഓർമ്മ വീണ്ടും കൂടും എന്നുള്ളതാണ്, ഓർമ്മ ശക്തിപ്പെടും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ആ ന്യൂറോണുകളുടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ന്യൂറൽ പാത്വേ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. VC ടോക്സിൽ പ്രിയപ്പെട്ടവർ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണണം. ന്യൂറൽ പാത്വേ, ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുൻപും അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആവാൻ വായിച്ച് തന്നെ നമ്മൾ വീണ്ടും വായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ റീഡ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, എത്ര മോശപ്പെട്ട കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഇവരുടെ ഓർമ്മ നമുക്ക് പതിയെ എൻഹാൻസ് ചെയ്യാൻ, മെച്ചപ്പെടുത്തി എടുക്കാൻ നമുക്ക് ഈ സൂത്രത്തിലൂടെ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ പറയും എങ്ങനെയാണ് വായിച്ചു തുടങ്ങുക, അതിനൊരു സൂത്രം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്, 5 മിനിറ്റ് ടെക്നിക്ക്. എന്താ ഈ 5 മിനിറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇതുവരെ വായിക്കാൻ ഇഷ്ടമല്ലാത്ത, ഒന്നും വായിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ ഒരു 5 മിനിറ്റ് വായിക്കുക. അപ്പൊ 5 മിനിറ്റ് വായിക്കുമ്പോൾ അല്ലേ, നമ്മൾ വായനയുടെ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്നറിയോ, നമ്മൾക്ക് നന്നായി ഉറക്കം വരുമെന്നുള്ളതാണ്. വായന, നമ്മൾ ഉറക്കമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ സൂത്രം രാത്രികാലങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും. വായന നമുക്ക് ഡീപ്പ് സ്ലീപ്പ് തരുമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സൂത്രം ഞാൻ പറയുകയാണ്, 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, വായിച്ചു തുടങ്ങുക, ഇതുവരെ വായിക്കാത്ത ഒരാളാണെങ്കിൽ.
അപ്പോൾ 5 മിനിറ്റ് വായനയിൽ ആരംഭിച്ചാൽ അതൊരു 21 ദിവസം നമ്മളൊന്ന് ആവർത്തിക്കുക. അപ്പോൾ നമുക്ക് പതിയെ പതിയെ നമ്മുടെ ഹാബിറ്റ്, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്, ഹാബിറ്റ് രൂപപ്പെടുന്നത്. 5 മിനിറ്റ് നമ്മൾ 21 ദിവസം പ്രാക്ടീസ് ചെയ്താൽ വായന നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സൂത്രം നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അതുമായി ചേർത്തിട്ടുള്ള ഒരുപാട് സൂത്രങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയും, റാപ്പിഡ് റീഡിങ്ങിന് വേണ്ടി വേഗതയേറിയ വായന നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 4-3-2-1 ടെക്നിക് എന്ന് പറയും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുമ്പോൾ 2 പേജ് നമ്മൾ 4 മിനിറ്റ് കൊണ്ട് വായിച്ചാൽ അടുത്ത ദിവസം നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടത് 3 മിനിറ്റ് കൊണ്ട് അതേ 2 പേജ് വായിക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസം നമ്മൾ അത് 2 മിനിറ്റ് കൊണ്ട് അത് വായിച്ചു തീർക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസം നമ്മൾ 1 മിനിറ്റ് കൊണ്ട് വായിക്കുക. അപ്പം നമ്മുടെ വായനയുടെ വേഗതയും കൂടും. ഇങ്ങനെ ഒരുപാട് സൂത്രങ്ങളൊക്കെ നമുക്ക് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു നുറുങ്ങ് വിശേഷവുമായിട്ടാണ് വന്നത്. ഇത്തരം വിശേഷങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം. ഒപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പങ്കുവെക്കണം. എന്തായാലും മറ്റൊരു വിശേഷവും മറ്റൊരു വാർത്തയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.